So I am welcoming KVA Appapan to TVA as TVA Appapan. Welcome to TVA, bro. TVA Appapa. Snipe കൊണ്ടുവാ. അപ്പാപ്പ. കേക്കാമല്ലോ. അപ്പാപ്പ. ഓ സുഖാണോ? സുഖല്ലേ? സുഖം സുഖം സുഖം. വയസ്സോ എന്തായാലും നിന്നെക്കാട്ടിലും കുറവാ. നമ്മൾക്ക് ഏജ് നോക്കണം. നമ്മള് ഏജ് നോക്കുവാനും പിന്നെ നിനക്കൊക്കെ എക്സ്പീരിയൻസ് ഇതിനെ കാര്യമായിട്ട് പറഞ്ഞോ കേട്ടില്ല. അപ്പാപ്പ പ്രായം വെച്ച് നോക്കുമ്പോ അപ്പാപ്പ നമ്മളെക്കാളൊക്കെ മൂത്തതാണെങ്കിലും മൂത്ത കഴിഞ്ഞാൽ വീര്യം കൂടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സിറ്റിയിൽ PL ഉണ്ടോ അപ്പാപ്പ? PL ഉണ്ടോ? ഹലോ. ആ PL ഉണ്ട് കേട്ടാ. ടൂൾസ് പെർഫോമൻസ് വ്യൂ ലോഞ്ച് കേക്കാം. പക്ഷെ സൗണ്ട് ഇച്ചിരി ഇട്ടിട്ടാ പോണേ. എനിക്ക് അപ്പാപ്പന്റെ ഇഷ്യൂ ആയിരിക്കണേ. അല്ലല്ല പിങ് ഉണ്ടറാ. എല്ലാവർക്കും പിങ് ഉണ്ടറാ. ആണോ? എല്ലാവർക്കും പിങ് ഉണ്ട്. ഇപ്പൊ ശരി സംസാരിച്ച ഇല്ല പാപ്പ, ഇത് കട്ടായി പോണ. അണ്ണന്റെ സൗണ്ട് അങ്ങനെ വിട്ടിട്ട് പോകുന്നില്ല. പക്ഷെ എന്റെ സൗണ്ട് വിട്ടു പോകുന്നില്ല. നിന്റെ സൗണ്ട് ഓക്കെയാണ് എനിക്ക്. ഇല്ലല്ല, അതാണ് അണ്ണന്റെ സൗണ്ട് എനിക്ക് ഓക്കെ. എടാ റേഡിയോയിലുള്ള എല്ലാവർക്കും കേക്കാവോടാ? അപ്പൊ ഇത് ഇതെന്താ പുതിയ സർവീസ് ആണോ? ഒരാളെ കൊന്നിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ തന്നെ റിവൈവ് ചെയ്ത് കൊടുക്കും. വണ്ടി അടിയിലാണോ? വണ്ടി മാറ്റാ സോർപ്പിന്റെ പറ. വണ്ടി അടിയിലാണോ? ഇവിടെ ഒരു ബോഡി എനിക്കൊന്നും കാണുന്നില്ല. ഇല്ല ബോഡിയില്ല ചത്തിട്ടില്ല. സെറ്റാണോ? കേക്കാവോ? എനിക്ക് ഡയലോഗ് അടിച്ചായിരുന്നു. പക്ഷെ മിസ്സായി. അപ്പുറത്ത് വാ, അങ്ങോട്ട് വാ. വണ്ടി വരുന്നു വാസവന്റെ വണ്ടി വരുന്നു. ഇല്ല സീല. ആണല്ലോ. വാർച്ചാറ്റ് വന്നിട്ട് എടുത്താ വരുന്നേ. വെൽക്കം ടു TVA. എനിക്ക് വെനസ്ഡേയാണ് ഇന്ന്. നല്ല എരണം. വെൽക്കം ടു TVA. വന്നപ്പോ എന്നെ വേറൊരു വണ്ടി വന്നിടിച്ചാ. ഞാൻ മര്യാദക്ക് വരുമായിരുന്നു ബ്രോ. ഞാൻ സ്ലോ ആയിട്ട് വരുമായിരുന്നു. കൊറേ വട്ടം തല്ലാനും പിടിക്കാനും ഒക്കെ ഇതിനകത്തോട്ട് ഓടി കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അല്ലാതെയും കേറിയിട്ടുണ്ടെന്ന് അറിയാം. സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും കേറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും വെൽക്കം ടു TVA. അകത്തോട്ട് വരണം. വാടാ അകത്തോട്ട് എല്ലാവരും. ഗ്യാങ്സൊക്കെ ഓർമ്മയുണ്ടോ ചോദിക്കാ. അതെ സത്യം. സത്യം അപ്പാപ്പന്റെ അടുത്ത് പറയണം. ആർവിൻ മൾട്ടി യൂണിവേഴ്സ് ഒന്ന്. പറ. എനിക്ക് ഇനി അപ്പാപ്പന്റെ അടുത്ത് സത്യം പറയണം. എന്താണ് പിന്നെ? പണ്ട് KVAയില് വച്ചിരുന്ന 7000 മീൻ അടിച്ചോണ്ട് ഞാനാ. അതെ ഞാനാണത്. അവരിപ്പോഴും അതിനായിട്ട് തെരഞ്ഞെടുക്കണം. മനസ്സിലായ? രണ്ടുപേരെ വലിയ കഥയാണത്. അത് വലിയൊരു കഥയാണ്. അറിയാമോ വാസുണ്ടത്? ഇല്ല.
വാസുട ഞാനാണെങ്കിൽ ഇവര് മീൻ പിടിക്കുന്ന സ്ഥലത്തോട് പോവാൻ ഒറ്റ വഴിയേ ഉള്ളൂ കേട്ടോ. അവിടെ കാറ് വഴിയേ വരാൻ പറ്റൂ. അപ്പൊ ഞാനാണെങ്കിൽ ഒരു മലയെന്ന് ഒത്തെടുത്ത് ചാടി വന്ന് വെള്ളത്തിൽ വീണു, പറന്നു വന്ന് വെള്ളത്തിൽ വീണു. നീന്തി കയറിയപ്പോ ഇവരെ വണ്ടിയും സാധനവും ഇരിക്കണം. ഞാൻ എടുത്ത് പോക്കറ്റ് വെച്ച് തിരിച്ചതൊരു ചാടി അങ്ങ് പോയി. എന്നിട്ട് ഇവര് അവിടെ മുഴുവൻ തപ്പണം. അവിടെ വണ്ടിയിൽ വന്നാൽ കാണാൻ പറ്റും. വണ്ടിയിലല്ല വന്നത്, പറന്നു പറന്നു സാധനം എടുത്തോണ്ട് തിരിച്ചു പോയി. ഞാൻ തിരിച്ചു കൊടുത്തു. പക്ഷെ എന്നാലും ചന്ദ്ര ഒരു ഈശ്വര പ്രാർത്ഥന അപ്പാപ്പന് വേണ്ടി ഒരു പ്രത്യേക ഈശ്വര പ്രാർത്ഥന. ചന്ദ്ര ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ തന്നെ വേണോ വാസവന്റെ? പിന്നെ ചന്ദ്രൻ ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തോടെ ചെയ്യണ ഒരാളെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. അതെ അതെ അങ്ങനെ ഒരു ഗ്യാങ്ങിലോട്ടാണ് അപ്പാപ്പ ഇപ്പൊ എത്തിയത്. നൈസ്. ഓക്കെ. സകലകോടി ദൈവങ്ങളായ എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ദൈവമേ ഇവിടെയുള്ള എല്ലാവരെയും കാത്തുകൊള്ളണേ. ഇന്ന് തൊട്ട് നമ്മുടെ അടച്ചു കിടക്കുന്ന നമ്മുടെ മുറി തിരി തെളിയിക്കാനും എല്ലാരെയും വലത് കാല് പിടിച്ച് കയറ്റാനും നമ്മുടെ കുടുംബത്തിലൊരു അംഗമായും കുടുംബിനിയായും ഒരാൾ വന്നിട്ടുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കയറുവാണ്. എന്നാലും ഇത്ര വയസ്സുണ്ട് അപ്പൊ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അയ്യോ ഓൾഡ് ഏജ് ഹോം കൂടിയാണ്. അപ്പാപ്പൻ വന്ന കൂട്ടത്തില് ഇവിടെ രക്ഷപ്പെട്ട ആശ്വാസമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ മെന്നിയാണ്. കാരണം കൂട്ടത്തിൽ ഏറ്റവും മൂത്ത ആളെന്ന് പറഞ്ഞു പ്രായ ആളെന്ന് പറഞ്ഞു കളിയാക്കിക്കൊണ്ടിരുന്നത് മെന്നിയാണ്. ഇനിയിപ്പോ അപ്പാപ്പ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ അണ്ണ ഇതിന്റെ ഒരു വോൾട്ടേജ് ഹോം കൂടിയാണ്. ഇനി സത്യം ഇതൊരു വോൾട്ടേജ് ഹോമായിപ്പോ മെന്നി സ്പ്രേ ഇത് മറ്റേ കേക്കണുണ്ടാവും ജോക്കി. വാടാ വാ 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 വാ. പറ അപ്പാ. എടാ ഇതിനകത്ത് ഈ മുടി ആരുടെ? മാഡിയുടെ ആണോ സാവേജിന്റെ ആണോ? ഈ ചുരുണ്ട മുടി അത് കിണ്ടി, ഇത് സാവേജ്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോടാ എപ്പോഴും. ഇവനെ മന്ദാരത്തിന് സ്നൈപ്പിനെയൊക്കെ പിന്നെ കണ്ട അറിയാം. സ്നൈപ്പിന് പിന്നെ അല്ലാതെ സ്നൈപ്പിന് ഈയിടയ്ക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ മുഖത്തിന്. നേരത്തെ മുഖമല്ല. പിന്നെ എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഒരു മാറ്റം? ഇവന്റെ മുടി തന്നെ ധാരാളം ഇവനെ കണ്ടുപിടിക്കാൻ. പിന്നെ അവൻ വാ തുറന്നാ മതിയല്ലേ. കെവിൻ എന്ത് ചെയ്യ? അവൻ എന്ത് ചെയ്യ? എടാ കെവിൻ പോയോ? നിനക്ക് ലോഡ് ആവത്തില്ല. നിനക്ക് അനിയൻ മൗസ് പിടിച്ചിരിക്കുമ്പോ എങ്ങനെയാണ് ലോഡ് ആവുന്നത്? ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് ഓഫ് 2025. അപ്പൊ ഗൈസ്, അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.